അപ്പോൾ എന്തായാലും 7ന്റെ പണിയൊക്കെ അവിടെ കഴിഞ്ഞു, വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ കഴിഞ്ഞു. അതിൽ നിന്ന് കുറേ നല്ല സുഹൃത്തുക്കളെ കിട്ടി. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഏറ്റവും നല്ല സുഹൃത്തുക്കളെ കിട്ടിയത് സത്യം പറഞ്ഞാൽ അക്ബറിക്കയ്ക്കാണെന്ന്. ഒരു ബഞ്ച് ഓഫ് കുറേ നല്ല സുഹൃത്തുക്കളെ കിട്ടി. ശരിക്കും അപ്പം നമ്മൾ ഈ എപ്പിസോഡിൽ കാണുന്ന ഒന്നും അല്ല റിയാലിറ്റി എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ഇത്രയും ആളുകൾ ആളുടെ കൂടെ നിൽക്കുന്നു. ശരിക്കും ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തി അക്ബറിക്കായിരിക്കുമോ പുറത്ത് ഓഡിയൻസിനിടയിൽ? അല്ല, അങ്ങനെയല്ല. ഇതെന്താ സംഭവിച്ചൊരു ഞാനും അക്ബറും തമ്മിൽ ഉള്ളൊരു ബോണ്ടിങ് അറിയാതെ സംഭവിച്ച ബോണ്ടിങ്ങാണ്. അപ്പോൾ അതിങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ പോലും അറിയാതെ അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ആയിട്ട് വരുമ്പോൾ ഗ്രൂപ്പിസം കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒരുപാട് ആരോപണങ്ങൾ അങ്ങനെ അവൻ്റെ അകത്തുണ്ടായി. അത് പൊളിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. അത് എന്നെയും അക്ബറിനെയും തെറ്റിക്കാനായിട്ട്, ഗെയിമിൻ്റെ ഭാഗമായിട്ട്, അല്ല വ്യക്തിപരമായില്ല, ഗെയിമിൻ്റെ ഭാഗമായിട്ട്. അത് സാധിച്ചില്ല എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ ശക്തി കൂടി, അതിൻ്റെ ഇമോഷൻസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ് അക്ബർ. അതെ. അതുപോലെ ലാലേട്ടനാണെങ്കിലും സ്റ്റേജിൽ വെച്ചിട്ട് മറ്റേ കാര്യം വീണ്ടും പറഞ്ഞല്ലോ, ആദില നൂറാടെ അടുത്ത് ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, വിളിക്കാം, അങ്ങനെയൊക്കെ. ശരിക്കും അയ്യോ അതൊക്കെ ഈ ഒരു അവര് നല്ല ഗെയിമർ എന്നതിനപ്പുറത്തേക്ക് എനിക്ക് രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അവർ എൻ്റെ 2 മക്കളെ പോലെയാണ് കാണുന്നത്. ഇന്നലെ കൂടി ഫോണിൽ വിളിച്ചേ ഉള്ളൂ, വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ. നല്ല പിള്ളേരാണ്, അവർക്ക് ഒരുപാട് നല്ല 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 ഭാവികൾ ഉണ്ട്. അവർക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല ഒരു സക്സസ്സിലേക്ക് അവർക്ക് എത്താൻ സാധിക്കട്ടെ. അതാണ് ആദിലിൻ്റെ നൂറയെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പം അക്ബറാണെങ്കിലും എനിക്ക് അക്ബറിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അക്ബർ എന്ന സിംഗറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഒരുപാട് നല്ല വർക്കുകൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവനും ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ കാണാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട്. അതുപോലെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് നമ്മൾ കണ്ടിട്ടില്ല നിവിനെ പോലെ. അയ്യോ, നിവിൻ ഭയങ്കര അടിപൊളി. എനിക്കൊന്നും നിവിനോട് എനിക്കൊന്നും ആദ്യമൊക്കെ ഞാൻ ഈ പറഞ്ഞ എവിക്ഷൻ സമയത്തൊക്കെ ഞാൻ നിവിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, തന്നെ അപ്പുറത്ത് 2 തവണ എന്തോ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പം അതിനകത്ത് ശേഷം എനിക്കൊക്കെ നിവിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നല്ല, ആ വീട്ടിൽ എല്ലാവർക്കും നിവിനോട് പ്രത്യേക ഒരു ഇഷ്ടം കൂടുതലുണ്ട്. അവന് അടിപൊളിയാണ്. അവൻ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ളൊരു പയ്യനാണ്. ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവനും അവൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ ടോപ്പ് 5 ഇറങ്ങിയപ്പം ഭയങ്കര ഹാപ്പിയിലാണ്, തുള്ളിച്ചാടി നടക്കുകയാണ് എവിടെയൊക്കെയോ. ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ വെച്ചിട്ട് മനുഷ്യ ഞാൻ ബിസിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തിരക്കിൽ നടക്കുകയാണ്. കേൾക്കുമ്പോൾ വലിയ സന്തോഷം. ഞാൻ വീട്ടിലേക്ക് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാനൊക്കെ വീട്ടിലെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒനിയിലൊക്കെ വന്നിട്ട് പോയി, ഇനി എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഒനിയിലായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സോർട്ട് ചെയ്തല്ലോ. ഒനിയിലും അഭിലാഷൊക്കെ നല്ല, എൻ്റെ അഭിലാഷും ഒനിയിലൊക്കെ ഇട്ടൊക്കെ ഞങ്ങൾ ബോയ്സ് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ല. ഞാൻ അനീഷിൻ്റെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, അനീഷിനൊന്ന് വിളിക്കണം, അനീഷിന് നേരിട്ടൊന്ന് കാണണം. അതുപോലെ ഷാനവാസൊക്കെ ഒന്ന് നേരിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഷാനവാസൊക്കെ വയ്യാണ്ടൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് ഒരുപാട് മിങ്കിൾ ചെയ്യാൻ പറ്റിയില്ല, വീട്ടിലൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് തണുത്തിട്ട് എല്ലാവരെയും വിളിക്കാം, സംസാരിക്കാം, എപ്പിസോഡ്സ് കാണുന്നതിന് മുമ്പ് വിളിക്കാം. ചേട്ടാ, ഇത് പറയുന്നതിന് മുമ്പ്, വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് 1-2 കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മുടെ ശാരിക ചേച്ചി ഇല്ലേ, ശാരിക ചേച്ചിയുടെ ഒരു ട്രോള് വന്നിട്ടുണ്ടായിരുന്നു, 100 ദിവസത്തേക്ക് കൊണ്ടുവന്ന ഡ്രസ്സൊന്നും ഇടാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ചേച്ചി അവർ കണ്ടിന്യൂറ്റി പോകും കേട്ടോ, അവർക്ക് കട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. തനിക്ക് അറിഞ്ഞൂടോ, തനിക്കറിഞ്ഞൂടെ ഞാൻ കഷ്ടപ്പെട്ട്, എനിക്ക് എൻ്റെ ഫ്രസ്ട്രേഷൻ എനിക്കറിയാവുള്ളൂ. ഞാൻ എത്ര ജോലി ഡ്രസ്സ് ഉണ്ടെന്ന് അറിയാമോ, അന്ന് എനിക്ക് ഒന്നും പോലും ഇടാൻ പറ്റില്ല. നിങ്ങൾ ഉടുപ്പിട്ട് തകർത്തത് അത് രാവിലെ 10 മണിക്ക് അടിച്ച ഡ്രസ്സ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഡ്രസ്സ്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു വലിയ ഫൈറ്റിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരത്തി ഇങ്ങനെ ഡ്രസ്സ് മാറി വന്നപ്പോഴത്തേക്ക് എല്ലാവരും ചിരിച്ചു പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ചിരിയാ സത്യം പറഞ്ഞു. ആരോഗ്യ വരും പാവാ. ഞങ്ങൾക്ക് രേണുസുതി ഉണ്ടായിരുന്നു, രേണുസുതി ഭയങ്കര രസം. രേണുസുതി പാട്ടൊക്കെ വസീകര പാട്ടൊക്കെ പറയുന്നുണ്ട്. അനുമോള് കപ്പ് നോക്കി, രേണുസുതി വസീകര നോക്കി. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. ഈ പറയുന്ന പോലെ എല്ലാവരും തിരക്കുകളായി, എല്ലാവരും ഓരോരോ ലൈഫിൽ സെറ്റ് ആവട്ടെ. രേണു ചേച്ചിയൊക്കെ വേറെ ലുക്കായി. അതെ. അതുപോലെ റീ എൻട്രി സമയത്ത് അവരുടെ ഒരു റാമ്പ് വോക്ക് പോലെ റെഡ് കാർപ്പറ്റിൽ കൂടെ നടന്നു വരുന്നത്
ഞാൻ കണ്ടു, ഞാൻ ഇത് വെച്ചിട്ടാണല്ലോ പോയെ. ആ മാസ്ക് എന്നെ എങ്ങനെയാണോ ഇറക്കി അതുപോലെ തന്നെ തിരിച്ച് മാസായിട്ട് എന്നെ കയറ്റിയത്. അതെ അതെ അതെ. വലിയ സന്തോഷം. അവരുടെ ഒരു റാമ്പ് വോക്കിൽ രേണു ചേച്ചിയൊക്കെ ഇങ്ങനെ നടന്നു അത് മൊത്തം കോമഡി ആയിരുന്നു ഇത്തവണ. നമ്മൾ വഴക്ക് മാത്രമല്ല കേട്ടോ, എൻട്രിക്ക് കുറേ തമാശകളുണ്ടായി, കുറേ നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ടായി. ഞാൻ ഇടയ്ക്ക് ആലോചിച്ചൊരു കാര്യം, നമ്മൾ കട്ട്സുകൾ കാണിച്ചു ഞങ്ങൾക്ക്, ഞങ്ങൾ ഉണ്ടാക്കിയ വഴക്കുകളുടെ ഞങ്ങളെ ബന്ധങ്ങൾ, ഞങ്ങളുടെ ഇമോഷണൽ, അത് കാണുമ്പോൾ ഇനി ആ നിമിഷത്തിലേക്ക് പോകാൻ സാധിക്കില്ല, പറ്റത്തില്ല ഇല്ലേ? വേറൊരാൾക്ക് ആ നിമിഷം റീക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ. അപ്പം ആ ഓർമ്മയിൽ അല്ലെങ്കിൽ ആ മൊമെന്റ്സിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം. അതിന് എന്ത് തന്നെ ആയാലും, അതിപ്പം വഴക്കാണെങ്കിലോ അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കരമായിട്ട് ഒരു 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 ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു ഞാൻ. ഇങ്ങനെ കുറെ കൂട്ടുകാരെ കിട്ടി, ഇങ്ങനെ കുറെ നിമിഷങ്ങളിൽ പങ്കുചേരാൻ പറ്റി. അതുപോലെ വേറെ വന്നൊരു കമന്റാണ് നമ്മുടെ മുൻഷി രഞ്ജിത്തേട്ടനല്ലേ. അയ്യോ, രഞ്ജിത്തേട്ടനൊക്കെ എല്ലാവരും കമന്റ്, ചേട്ടൻ്റെ വിചാരം ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ഇപ്പം പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫിനാലെ. രഞ്ജിത്തേട്ടൻ അത് എനിക്കറിയില്ല, രഞ്ജിത്തേട്ടൻ സീനിയർ ആയിട്ട് നിൽക്കുന്ന ഒരാളല്ലേ. രഞ്ജിത്തേട്ടൻ അത് റെനയുടെ അടുത്തൊക്കെ ദേഷ്യപ്പെട്ടു, റെനയുടെ അടുത്ത് പുള്ളിക്കാരൻ അത് സാരിയൊക്കെ കൊടുത്തു. ചോദിച്ചു ചേട്ടാ എന്താ ഉദ്ദേശിക്കണേ, ഇപ്പൊ കാണിച്ചു തരാന്ന്. അതും കാണിച്ചില്ലല്ലോ, ഇപ്പൊ കാണിച്ചു തരാന്ന്. പാവം, അത് കഴിഞ്ഞു. സരിക ചേച്ചിയും പാവം, സരിക ചേച്ചിയും വന്നിട്ട് സരിക ചേച്ചിയും വെറുതെ ഇരുന്നില്ല, പുള്ളിക്കാരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട്. സരിക ചേച്ചിയൊക്കെ നേരത്തേക്കാളും കൂടുതൽ റീഎൻട്രിക്ക് വന്ന് സംസാരിച്ചു. അതെ, അങ്ങനെ. ഈ രഞ്ജിത്തേട്ടന് ശരിക്കും പറഞ്ഞാൽ വിഷമമായോ അവസാനത്തെ ആ വീഡിയോസ് കാണിച്ചപ്പോൾ? ചേട്ടന്റെ പോർഷൻസ് കുറവായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. പുള്ളി ചേട്ടൻ അതല്ലെങ്കിൽ വിഷമമായി, ചേട്ടനും വിഷമമായി എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം നമുക്ക് ഒരാൾക്കാരെ മുഖം നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഒന്നാമത് നമ്മളെ കുറച്ചധികം എക്സ്പീരിയൻസ് ഉള്ള കൂടെ ആളായതുകൊണ്ട് തന്നെ നമുക്കതൊരു ചെറിയൊരു വിഷമം പോർഷൻസ് വരാഞ്ഞതുകൊണ്ട്. സരിക ചേച്ചിക്കും ഉണ്ട് കേട്ടോ, സരിക ചേച്ചിക്കും ഉണ്ട്. സരിക ചേച്ചിക്ക് വേറെ ഒന്നുമില്ല, സരിക ചേച്ചിക്ക് വന്നത് അവരുടെ കലയെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ പല പല അവസരങ്ങൾ അവർക്കും നഷ്ടപ്പെട്ടു അവിടെ, മനസ്സിലായി. പക്ഷെ കുഴപ്പമില്ല, സ്റ്റേജ് ഷോസ് ഒക്കെ തുടങ്ങാൻ വേണ്ടി പോകുന്നു. എന്നെ വിളിക്കാറുണ്ട്, എന്നെ വിളിക്കുമ്പോഴൊക്കെ പറയും ഇവിടെ കുറച്ച് ഷോകൾ വന്നിട്ടുണ്ട്, ഹാപ്പിയാണ്, നിന്റെ സിനിമകൾ വരുമ്പോൾ അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. അതുപോലെ ചേട്ടാ, നമ്മുടെ ആദില നൂറ എയർപോർട്ടിൽ വന്ന സമയത്ത് എത്ര ആളായിരുന്നു അല്ലേ, ഒരിങ്ങനെ ഒരു എല്ലാവരും കൂടെ പൊതിയുമായിരുന്നു. ദിയാസനയൊക്കെ ഇങ്ങനെ ഫ്രണ്ട് ഇത് മാറ് എല്ലാവരും ഓടിച്ചു വിട്ട് ശരിക്കും ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ ടോപ്പ് 5 എത്തി ഇറങ്ങി എല്ലാവർക്കും അക്ബറിനൊക്കെ ഭയങ്കര സ്വീകരണം കിട്ടി. ഷാനവാസിനാണെങ്കിലും മനീഷിനാണെങ്കിലും ആദിലാനും എല്ലാവർക്കും ജനങ്ങൾ എല്ലാവരെയും ഏറ്റെടുത്തു കഴിഞ്ഞു. അതെ, അക്ബർക്കയുടെ ഇത് വന്നപ്പോഴത്തേക്ക് ചെറിയൊരു ട്രോള് വന്നത് അക്ബർക്കയുടെ വൈഫ് മറ്റേ ബൗൺസേഴ്സ് ആയിട്ട് വന്നതാ. നമ്മുടെ ആടിനകത്തിലെ സാന്ദ്ര തോമസ് വരുന്ന പോസ്റ്ററൊക്കെ വെച്ചിട്ട് വെറുതെ ഇരിക്കും. പാവപ്പെട്ട അവരൊന്ന് ആലോചിക്കുകയെ അവരെ ഹസ്ബൻഡിനെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ഹസ്ബൻഡ് അകത്ത് നിൽക്കുമ്പോൾ ഒരുപാടധികം അവർ ഇവിടെ സ്ട്രഗിൾ ചെയ്തു. സ്ത്രീ അവരൊരുപാടധികം ആഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ സക്സസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് അവിടെ കണ്ടത്. അല്ലാതെ ഒരു തരത്തിൽ പോലും, ഒരു ശതമാനത്തിൽ പോലും അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള അഹങ്കാരമോ ജാടയോ അങ്ങനെ ഒന്നും ഇല്ലാത്ത വളരെ ശുദ്ധരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതങ്ങനെ സംഭവിച്ചു. അതിന് വേണ്ടി അത് അങ്ങനെ തമാശയായിട്ട് എടുത്താൽ മാത്രം മതി. അതെ, കുറേ തമാശകളും ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് തന്നെ ഈ ഒരു 3 മാസത്തിനുള്ളിൽ നടന്നല്ലേ, 3-3.5 മാസത്തിനുള്ളിൽ എന്തൊക്കെയോ സംഭവിച്ചു. വലിയൊരു മഴ വന്ന് അവസാനിച്ച ഒരു ഫീൽ ഉണ്ട് സത്യം പറഞ്ഞാൽ. ഇപ്പൊ ആ വീട് എന്ത് ചെയ്യണമെന്നറിയില്ല. ആ വീടിന്റെ അടുക്കളയും ആ വീടിന്റെ ബെഡ്റൂമും ഒക്കെ എന്താണ് ശരിക്കും നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നു നിങ്ങൾ സംസാരിക്കുമ്പോൾ. ആ വീട് നിങ്ങൾ ശരിക്കും അവസാനമായിട്ട് റീ എൻട്രി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്കേ വല്ലാത്തൊരു ഇമോഷൻ ആയിരിക്കും അല്ലേ? സത്യം. ഇനി ഒരു കൺഫെഷൻ റൂമിലോ അല്ലെങ്കിൽ അവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല, ആ സോഫയിൽ ഇരിക്കാൻ പറ്റില്ല, പിന്നീടൊന്നും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലം, ആ റൂമിൽ കിടന്നുറങ്ങാൻ സാധിക്കില്ല. ഞാൻ അതൊക്കെ ഇച്ചിരി ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എന്റെ ഓർമ്മകൾ എപ്പോഴും എനിക്ക് വിലപ്പെട്ടതാണ്, അങ്ങനെ വിശ്വസിക്കുന്ന. എന്തെങ്കിലും അവിടുന്ന് ഓർമ്മിക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നോ? ഒന്നും എടുക്കാൻ സാധിക്കില്ല അവിടെ. ആകപ്പാടെ ഉള്ളത് എന്റെ കയ്യിൽ തന്നെ ആ ബോട്ടിൽ മാത്രമേ ഉള്ളൂ, ബിഗ് ബോസിന്റെ ഒരു ബോട്ടിൽ മാത്രം. വേറെ ഒരു പ്രോപ്പർട്ടി നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്തിനാ എടുക്കണേ? ഇനി ഒരു 100 കൊല്ലത്തേക്കുള്ള ഓർമ്മകളും കൊണ്ടല്ലേ പുറത്തിറങ്ങി. 100 ദിവസമാണ് നിന്നെങ്കിൽ ഇനി ഒരുപാട് വർഷത്തേക്ക് നമുക്ക് പറഞ്ഞ് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് ഓർമ്മകളും കൊണ്ടാണ് എൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അതെ. അപ്പൊ എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം. അതെ, ബിഗ് ബോസ് സീസൺ 7 റിലേറ്റഡ് ലാസ്റ്റ് ഇന്റർവ്യൂ. അതെ, ഒത്തിരി സന്തോഷം. ഞാൻ ഈ പറയുന്ന പോലെ നമുക്ക്
ഒരു ജീവിതത്തിൽ കുറേ അധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിലൊരു മികച്ച അനുഭവമായിട്ട് കൂട്ടുന്നു ഈ 100 ദിവസം. എന്തോ മികച്ച അയ്യോ അടിപൊളി. ഒരുപാട് ഞാൻ പറയുന്ന പോലെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരുപാട് ഓർമ്മകളുണ്ട് ജീവിതത്തിൽ. അപ്പൊ അതിൽ നല്ലൊരു ഓർമ്മയായിട്ട് നിൽക്കട്ടെ 100 ദിവസം. അത് കഴിഞ്ഞു. ഇനി അടുത്ത കുറെ നല്ല നിമിഷങ്ങൾ ലൈഫിൽ ഉണ്ടാവട്ടെ.